കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 12, 54 മുതൽ 59 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് പറഞ്ഞു, പടിഞ്ഞാറ് മേഘം ഉയരുന്നത് കണ്ടാൽ മഴ വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു. അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. തെക്കൻ കാറ്റടിക്കുമ്പോൾ അത്യുഷ്ണമുണ്ടാകും എന്ന് നിങ്ങൾ പറയുന്നു. അത് സംഭവിക്കുന്നു. കപടനാട്യക്കാരെ, ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവവേദം വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം. എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് അറിയാത്തതെന്തുകൊണ്ട്? എന്തുകൊണ്ട് നിങ്ങൾ ശരിയായി വിധിക്കുന്നില്ല? നീ നിന്റെ ശത്രുവിനോടുകൂടെ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അവനുമായി രമ്യതപ്പെട്ടുകൊള്ളുക. അല്ലെങ്കിൽ അവൻ നിന്നെ ന്യായാധിപൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ന്യായാധിപൻ നിന്നെ കാരാഗ്രഹ പാലകനെ ഏൽപ്പിക്കുകയും അവൻ നിന്നെ തടവിലാക്കുകയും ചെയ്യും. അവസാനത്തെ തൊട്ടുവരെ കൊടുക്കാതെ നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, അനുദിന ജീവിതത്തിൽ ഒരു വിശ്വാസി നേരിടുന്ന യഥാർത്ഥ ജീവിതത്തിൻ്റെ ആത്മീയ പോരാട്ടത്തെക്കുറിച്ചാണ് ഇന്നത്തെ വായനകൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. പൗലോസ്ലേഹ വളരെ എളിമയോടുകൂടി പറയുന്നൊരു കാര്യമുണ്ട്. കർത്താവിൻ്റെ സ്നേഹമറിഞ്ഞ് സുവിശേഷത്തിൻ്റെ തീഷ്ണതയെടുത്ത് വിശ്വാസത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് പൗലോസ്ലേഹ പറയാണ്, ഞാൻ ദുർഭകനായ മനുഷ്യനാണ്. കാരണം എന്താ? എനിക്ക് നന്മ ഇച്ഛിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ ചെയ്യാൻ പറ്റണില്ല. എനിക്കറിയാം എന്തൊക്കെയാണ് നന്മയാണെന്ന്, എന്തൊക്കെ ചെയ്യേണ്ടതെന്ന്. ഇതെല്ലാം അറിയാമെങ്കിലും എൻ്റെ പ്രവർത്തികളിൽ വരുമ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പൗലോസ്ലേഹ പറയുന്നത്. പൗലോസ്ലേഹ പറയുന്നു, അത് ഞാനല്ല, എന്നിൽ കുടികൊള്ളുന്ന പാപമാണ്. മറ്റു വാക്യം പറഞ്ഞാൽ, എത്രമാത്രം വിശ്വാസത്തിലേക്ക് വന്നാലും, എത്രമാത്രം കർത്താവിനെ നമ്മൾ അറിഞ്ഞെന്ന് വന്നാലും, നിശ്ചയമായിട്ടും ഈ പാപ സ്വഭാവം എന്നും നമുക്കെതിരെ ഒരു ആത്മീയ പോരാട്ടം നടത്തുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ, ഇത് പുറമേ ഉള്ളൊരു പോരാട്ടമല്ല, ഉള്ളിൽ ഒരു ആത്മീയ പോരാട്ടം നിരന്തരം ഒരു ആത്മീയ പൈതൽ അനുഭവിക്കുന്നുണ്ട്. അത് നമ്മൾ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. വിശ്വാസ ജീവിതത്തിൻ്റെ വില അറിയാം, വിശുദ്ധ ജീവിതത്തിൻ്റെ പ്രതിഫലം അറിയാം. ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ പോലും പാപ സ്വഭാവം, പാപത്തിൻ്റെതായ സ്വഭാവങ്ങളും പ്രവണതകളും സ്വാധീനങ്ങളൊക്കെ നിരന്തരം നമ്മുടെ ഉള്ളിൽ ഒരു ആത്മീയ പോരാട്ടത്തിനായി നമ്മളെ നിർബന്ധിക്കുന്നുണ്ട്. ഈ പോരാട്ടം നമുക്ക് നിർത്താൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ദൈവം ഇത് അനുവദിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ ആത്മീയ പോരാട്ടത്തിൽ പൗലോസ്ലീഹ പറയുന്നൊരു കാര്യം എന്താ? എൻ്റെ ശരീരം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ നിയമം പാലിക്കാൻ പറ്റുന്നില്ല, മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്, ആത്മാവിൽ സാധ്യമാണെങ്കിൽ പോലും ശരീരം കൊണ്ട് എനിക്ക് പറ്റണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നമുക്ക് വേണ്ടി പിതാവായ ദൈവം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് തൻ്റെ കാൽവരി യാഗത്തിലൂടെ നമുക്ക് ശരീരത്തിൽ അസാധ്യമായി തീർന്നത് അവൻ സാധ്യമാക്കി, സ്വന്തം ശരീരത്തിൻ്റെ സഹനത്തിലൂടെ. ഈ പോരാട്ടം നമ്മളിൽ ഉള്ളിലുണ്ടെങ്കിലും, ഈ നിരന്തരമായ പോരാട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിലും നമ്മൾ അസ്വസ്ഥരാകേണ്ട ആവശ്യമില്ല, ഭാരപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്താ? ഈ പോരാട്ടത്തിൽ നമുക്ക് വിജയിക്കാൻ ഒറ്റ വഴിയേ ബൈബിൾ പറയുന്നുള്ളൂ, വചനം പറയുന്നുള്ളൂ. അത് ഈ പോരാട്ടത്തിൽ കർത്താവിനോട് ചേർന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണല്ലോ അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ കർത്താവിനെ അറിഞ്ഞു, അവൻ്റെ സ്നേഹത്തിലേക്ക് വന്നു എന്ന് കരുതി നമുക്ക് പ്രലോഭനങ്ങളില്ലെന്നോ, നമുക്ക് പ്രതിസന്ധികളില്ലെന്നോ, സഹനമില്ലെന്നോ, ഞെരുക്കമില്ലെന്നോ ഒന്നും വിശുദ്ധ ഗ്രന്ഥത്തിൽ എങ്ങും എഴുതി വെച്ചിട്ടില്ല. ഇതൊക്കെ ഒരു ആത്മീയ മനുഷ്യൻ്റെ അനുദിന ജീവിതത്തിൻ്റെ പോരാട്ടങ്ങളിൽ വരുന്ന കാര്യങ്ങളാണ്. ഈ പോരാട്ടങ്ങൾ നമുക്കെതിരെയുണ്ട്. അത് പൗലോസ്ലീഹ വളരെ ബ്ലണ്ടായിട്ട്, വളരെ നീറ്റായിട്ട് പൗലോസ്ലീഹ പറയും, ഇതാണ് എൻ്റെ അവസ്ഥ. മനസ്സുകൊണ്ട് ദൈവത്തിൻ്റെ നിയമം ഞാൻ പാലിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ശരീരം കൊണ്ട് ദൈവത്തിൻ്റെ നിയമം പാലിക്കാൻ എനിക്ക് പറ്റണില്ല പലപ്പോഴും. ഇപ്പം എന്താണ് ഉദ്ദേശിക്കുന്നത്? ജഡത്തിന്
ജഡത്തിൻ്റെതായ ലോകത്തിൻ്റെതായ നിയമാവലിയുണ്ട്. അത് നമ്മുടെ മേൽ നിരന്തരമായൊരു പോരാട്ടത്തിലാണ്. ഒരു ആത്മീയ മനുഷ്യനെ നിരന്തരം ഞെരുക്കുന്നതാണ് ഈ ജഡത്തിൻ്റെയും ലോകത്തിൻ്റെയൊക്കെ നിയമങ്ങൾ. അതുകൊണ്ടാണ് നിയമം നല്ലതാണ്. നിയമം എന്താ ചെയ്യുന്നത്? കൽപ്പനകൾ എന്നാ ചെയ്യുന്നത്? നമുക്ക് കാണിച്ചു തരും, ഇതിങ്ങനെയാണ്, അല്ലെങ്കിൽ ഇത് ചെയ്യരുത്, അല്ലെങ്കിൽ ഇതിൻ്റെ നന്മ എന്താണെന്നൊക്കെ നിയമം നമുക്ക് കാണിച്ചു തരും. കാണിച്ചു തന്നതുകൊണ്ടോ മനസ്സിലാക്കിയതുകൊണ്ടോ നമുക്ക് ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. തിന്മ ഏതാണെന്ന് നമുക്കറിയാം. യാക്കോബ് ശ്ലീഹ പറയുന്ന കാര്യം എന്നാ? ചെയ്യേണ്ട നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നമുക്കെല്ലാവർക്കും നന്മ ഏതെന്നറിയാം. അതിനുള്ള ആഗ്രഹം, അതിയായ ആഗ്രഹം നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട്. സ്നേഹിക്കണമെന്നും ക്ഷമിക്കണമെന്നും വിശുദ്ധ ജീവിതം നയിക്കണമെന്നും ഈശോയെ ഒത്തിരി സ്നേഹിക്കണമെന്നും വചനത്തിൽ വളരണമെന്നും അഭിഷേകത്തിൽ ജീവിക്കണമെന്നൊക്കെ നമുക്കെല്ലാവർക്കും ഉള്ളിൽ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ആഗ്രഹത്തെ തകർക്കുന്ന രീതിയിൽ ജഡം നമുക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ നിയമമാണ് നമുക്ക് വെളിപ്പെടുത്തി കാണിച്ചു തരുന്നത്, ദൈവകൽപ്പനകളാണ് കാണിച്ചു തരുന്നത്. ഇതൊക്കെ നമ്മെ കൊണ്ടെത്തിക്കുന്നത് അവിടെയാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ഒരു ആത്മാവ് രക്ഷപ്പെടുന്നില്ല. രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? അതുകൊണ്ടാണ് പൗലോസ്ലീഹ അവസാനം ക്രിസ്തുവിലൂടെ മാത്രമേ ഈ മോചനം സാധ്യമാകുള്ളൂ. യേശുക്രിസ്തുവിലൂടെയാണ് ഈ മോചനം, അല്ലെങ്കിൽ ഈ ആത്മീയ പോരാട്ടത്തിൽ ഒരു ദൈവ പൈതൽ തൻ്റെ ബലഹീനതകളിൽ വീണു പോകാതെ പിടിച്ചു നിന്ന് മുന്നോട്ട് പോകുന്നത് കർത്താവിനോടുള്ള ബന്ധത്തിൽ മാത്രമാണ്. അവൻ്റെ ബലിയുടെ യോഗ്യതയാൽ മാത്രമാണ്. അവൻ നമുക്ക് വേണ്ടി കാൽവരിയിൽ തൻ്റെ ബലി പൂർത്തിയാക്കി കൃപയിൽ നമ്മളെ നിലനിർത്തുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ ആത്മീയ പോരാട്ടത്തെ അതിജീവിക്കാൻ പറ്റും. ഇനി സുവിശേഷത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുന്നത്, കാറ്റും കോളൊക്കെ നമുക്ക് കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ലോകത്തെ വ്യാഖ്യാനിക്കാൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ഈ ആത്മീയ കാറ്റിനെ, കോളിനെ, നമ്മളുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ മനസ്സിലാക്കാൻ പറ്റണില്ല? എത്രയോ ദൈവമക്കൾ വിശ്വാസത്തിലേക്ക് വന്നിട്ട് ദൈവസ്നേഹം അനുഭവിച്ചിട്ടും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും ഉള്ളുകൊണ്ട് ക്ഷമിക്കാതെ എത്രയോ പേരെ കണ്ടുമുട്ടുന്നുണ്ട്. ഉള്ളിൽ വെറുപ്പും വിദ്വേഷമൊക്കെ സൂക്ഷിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർ, അസൂയ അഹങ്കാരമൊക്കെ ആയിട്ട് കടന്നു പോകുന്നവർ, നെളിമപ്പെടാൻ പറ്റാത്ത ജീവിതങ്ങൾ. ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന കാറ്റും കോളും നമുക്ക് വിഷയമല്ല. പുറമേ ഉള്ളതിനൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്യുന്ന നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ ഉള്ളിലെ കാറ്റിനെ കോളിനെ മനസ്സിലാക്കുന്നില്ല എന്നാണ് വചനം ചോദിക്കുന്നത്. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ വിഷയം എന്നാ? കർത്താവിന് അവസാനത്തൊട്ട് കൊടുത്തു വീട്ടുവോളം കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വരും. അതുകൊണ്ടാണ് വഴിക്ക് വെച്ച് തന്നെ ക്ഷമിക്കാനാണ് പറയുന്നത്. വഴിക്ക് വെച്ച് തന്നെ എളിമപ്പെട്ടോളാനാണ് പറയുന്നത്. വഴിക്ക് വെച്ച് തന്നെ ആരോടെങ്കിലൊക്കെ പ്രശ്നങ്ങളുണ്ടോ, ഈ ജീവിതത്തിൻ്റെ വഴിമധ്യേ വെച്ച് തന്നെ അവസാനിപ്പിക്കണം. അവസാനത്തേക്ക് വെക്കരുതെന്ന് പറഞ്ഞത്. മരിച്ചു കഴിഞ്ഞ് ക്ഷമിക്കണമെന്ന് വിചാരിച്ചാൽ പറ്റോ? മരിച്ചു കഴിഞ്ഞ് സ്നേഹിക്കണമെന്ന് വിചാരിച്ചാൽ പറ്റോ? മരിച്ചു കഴിഞ്ഞ് എളിമപ്പെടണമെന്ന് വിചാരിച്ചാൽ പറ്റോ? മരണത്തിലൂടെ നമുക്ക് സാധ്യമാകാത്ത പലതും ഉള്ളതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ മാത്രം ചെയ്യേണ്ട ചില വിഷയങ്ങളെക്കുറിച്ച് വചനം പറയുന്നു. അപ്പോൾ ഇത് ഒരു ആന്തരിക മനുഷ്യൻ്റെ ഉള്ളിൽ നടക്കുന്ന കാറ്റിനെയും കോളിനെയും വിവേചിച്ചറിയാൻ പറ്റണമെന്നാണ് സുവിശേഷം പറയുന്നത്. അതല്ലെങ്കിൽ നിശ്ചയമായിട്ട് കർത്താവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കണക്ക് കൊടുക്കേണ്ടി വരും എന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ സന്ദേശം. അനുദിന ജീവിതത്തിൽ നമ്മൾ ഒരാത്മീയ മനുഷ്യൻ കടന്നു പോകുന്നത് നിരന്തരമായ പ്രലോഭനത്തിൻ്റെ കാറ്റടിക്കും, പ്രതിസന്ധിയുടെ കോളുണ്ട്, ആകുലതകളുടെ, നിരാശകളുടെ, സംഘർഷങ്ങളുടെ, ആത്മീയ പോരാട്ടത്തിൻ്റെ ഒക്കെ നടുവിലായിരിക്കുമ്പോഴും പൗലോസ്ലീഹ പറയുന്ന പോലെ ക്രിസ്തുവിലൂടെ മാത്രമേ എനിക്ക് മോചനമുള്ളൂ. യേശു ക്രിസ്തുവിലൂടെ മാത്രമേ. എൻ്റെ ബലഹീനതകളിൽ ഞാൻ ശക്തനാണെന്നാണ് പൗലോസ്ലീഹ പിന്നീട് പറയുന്നത്. എൻ്റെ ബലഹീനതകളിൽ ഞാൻ ശക്തനാണ്. എപ്പോഴാണ്? കർത്താവിൻ്റെ കൂടെ ഉള്ളപ്പോൾ. ഇത് തന്നെയാണ് നമുക്ക് നിരന്തരം നമ്മളോട് പറയാനുള്ളത്. നമുക്ക് ബലഹീനതകളുണ്ട്, പോരായ്മകളുണ്ട്, ഇടർച്ചകളുണ്ട്, വീണു പോകുന്ന അനുഭവങ്ങളുണ്ടെങ്കിലും എൻ്റെ കർത്താവ് എന്നെ ശക്തനാക്കുന്ന, എൻ്റെ കർത്താവിലൂടെ എനിക്കെല്ലാം സാധ്യമാണ് എന്ന് ഫിലിപ്പി 4:13 പറയുന്നത് ഈ സത്യമാണ്. അത് ഹൃദയത്തിലെടുത്ത് അനുദിന പോരാട്ടത്തിൽ, ആത്മീയ പോരാട്ടത്തിൽ തളർന്നു പോകാതിരിക്കാൻ കർത്താവിൻ്റെ സഹായം നിരന്തരം തേടി, കർത്താവെ നീ എന്നെ സഹായിക്കണമേ, എൻ്റെ ബലഹീനതകളിൽ നീ എൻ്റെ കൂടെ നടക്കണമേ, ഞാൻ വീണു പോകുന്ന അനുഭവങ്ങളിൽ വീണു പോകാതെ നീ എന്നെ കൈപിടിച്ച് നടത്തണമേ, തളർന്നു പോകുന്ന അനുഭവങ്ങളിൽ തളർന്നു പോകാതെ നീ എന്നെ ആശ്വസിപ്പിക്കണമേ എന്ന് നിരന്തരം ഒരു ദൈവ പൈതൽ കർത്താവിനോടുള്ള ബന്ധത്തിൽ ചലിക്കുന്നിടത്താണ് ആത്മീയവും ഭൗതികവുമായ പോരാട്ടങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ഈ കൃപയ്ക്കായിട്ട് ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.